ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞതാണ്, നമ്മളുടെ പ്രത്യക്ഷ ദൈവങ്ങൾ ആരാണെന്ന് ചോദിച്ചാൽ ആരാണെന്ന് അറിയാമോ? മാതാപിതാക്കളാണ്. മാതാപിതാക്കളാണ് പ്രത്യക്ഷ ദൈവങ്ങൾ, അതായത് അമ്മയും അച്ഛനും. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ഗുരുവുമാണ് കേട്ടോ. അമ്മ, മാതാപിതാ, ഗുരു, ദൈവം എന്നാണ്. അപ്പം നമ്മൾ പറയാൻ വേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, പക്ഷേ മാതാപിതാക്കൾ കുട്ടികളെ തല്ലുന്നതിനോട് എനിക്ക് യാതൊരു യോജിപ്പുമില്ല കേട്ടോ. മാതാപിതാക്കൾ കുട്ടികളെ തല്ലുന്നതിനോട് എന്തില്ല, എനിക്ക് യാതൊരു യോജിപ്പുമില്ല. കുട്ടികൾക്ക് മാതാപിതാക്കളോട് തോന്നേണ്ടത് എന്താണെന്ന് അറിയാമോ? സ്നേഹവും ബഹുമാനവുമാണ്. സ്നേഹവും ബഹുമാനവുമാണ് കുട്ടികൾക്ക് മാതാപിതാക്കളോട് തോന്നേണ്ടത്. നല്ലതുപോലെ തല്ലുന്ന മാതാപിതാക്കളാണെങ്കിൽ കുട്ടിക്ക് മാതാപിതാക്കളോട് തോന്നുന്നത് എന്താണെന്ന് അറിയാമോ? ഭയമാണ്. കുട്ടിയുടെ മനസ്സിൽ മാതാപിതാക്കളോട് തോന്നുന്നത് ഭയമാണ്. അങ്ങനെ കുട്ടിയുടെ മനസ്സിൽ ഭയം ജനിക്കുന്നു. അതുമാത്രമല്ല, കേട്ടോ, മാതാപിതാക്കൾ കുട്ടികളെ തല്ലുന്നതിനോടൊന്നില്ല എനിക്ക് യാതൊരു യോജിപ്പുമില്ല. കുട്ടികളെ മാതാപിതാക്കൾ അധികം സ്നേഹത്തോടെ വളർത്തുക. അതോടൊപ്പം തന്നെ അവർക്ക് കുട്ടികൾക്ക് നല്ല ഉപദേശങ്ങൾ നൽകേണ്ട സമയത്ത് നൽകുക കേട്ടോ. അങ്ങനെ വേണം. നന്മയുള്ള ഉപദേശങ്ങൾ അവർക്ക് ചെറുപ്പത്തിലേ നൽകുക. വളരെ സ്നേഹത്തോടെ അവരെയുള്ള കാര്യങ്ങൾ, അവരെ സ്നേഹത്തോടെ, കുട്ടിക്കാലത്ത് അവരെ സ്നേഹത്തോടെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക കേട്ടോ. അവരെ നന്മയുടെ ബാലപാഠം പഠിപ്പിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കേണ്ടത് ആരാണ്? മാതാപിതാക്കളാണ്. മറിച്ച് ചെറിയ തെറ്റുകളിൽ പോലും നല്ലതുപോലെ ശിക്ഷിക്കുന്ന മാതാപിതാക്കൾ, നല്ലതുപോലെ അടിക്കുകയും അല്ലെങ്കിൽ ശിക്ഷിക്കുകയൊക്കെ ചെയ്യുന്ന മാതാപിതാക്കളാണെങ്കിൽ കുട്ടിക്ക് എന്തുണ്ടാകും? കുട്ടിയുടെ മനസ്സിൽ മാതാപിതാക്കളോടുള്ള ഭയം ജനിക്കുന്നു. അതുപോലെ കുട്ടിക്ക് സ്വന്തം വീട്ടിൽ ജീവിക്കുന്നതിനുള്ള താല്പര്യം ചിലപ്പോൾ നഷ്ടമായേക്കാം. ചിലപ്പോൾ കുട്ടിക്ക് സ്വന്തം ഭവനത്തിൽ നിന്ന് എങ്ങോട്ടെങ്കിലും പോകണം എന്ന് വരെയുള്ള ചിന്തകൾ ഉണ്ടായേക്കാം കേട്ടോ. പിന്നെ അതുകൊണ്ട് എന്ത് പാടില്ല? കുട്ടികൾക്ക് നല്ല ഉപദേശങ്ങൾ നൽകുക. കുട്ടികളെ സ്നേഹത്തോടെ നല്ല ഉപദേശങ്ങൾ നൽകിയാൽ എന്ത് ചെയ്യും? കുട്ടികൾ ഒരു പരിധിവരെ എന്ത് ചെയ്യും? നേർവഴിയിലേക്ക് മാറുമെന്നാണ്. ചില കുട്ടികളൊക്കെ നല്ല വികൃതികളൊക്കെ ഉള്ള കുട്ടികളുണ്ട്. അവരെയൊക്കെ നല്ല കൗൺസിലിങ്ങിന് വിധേയമാക്കുക. നല്ല കൗൺസിലിങ്ങിന് വിധേയമാക്കി കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? മെച്ചപ്പെടുത്തിയെടുക്കാനായിട്ട് കഴിയും കേട്ടോ. തല്ലുന്നതിനോട് എന്തില്ല, മാതാപിതാക്കൾ തല്ലുന്നതിനോടൊന്നും, കുട്ടികളെ തല്ലുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. കാരണം കുട്ടികൾ തൻ്റെ റോൾ മോഡൽ ആക്കേണ്ടത് ആരെയാണ്? തൻ്റെ മാതാപിതാക്കളെയാണ് കേട്ടോ. മാതാപിതാക്കൾ കുട്ടികളെ നന്മയുള്ളവരായി വളർത്തുക. അവരെ സമൂഹ നന്മയ്ക്കുതകുന്ന തരത്തിൽ വളർത്തിയെടുക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കേണ്ടത് ആരാണ്? മാതാപിതാക്കളാണ് കേട്ടോ. മറിച്ച് വളരെ ഭീകരമായി തല്ലുന്നവരാണ് മാതാപിതാക്കളെങ്കിൽ കുട്ടിയുടെ മനസ്സിൽ മാതാപിതാക്കളെന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു ഭീകര അന്തരീക്ഷം ഉണ്ടാവുകയാണ്. സ്വന്തം വീടെന്ന് കേൾക്കുമ്പോൾ കുട്ടിക്ക് ഭയമുണ്ടാകും. അതുകൊണ്ട് അതൊന്നും പാടില്ല. കുട്ടികളെ നന്മയുള്ളവരായി വളർത്തുവാൻ കഴിയണം, മാതാപിതാക്കൾക്ക് കഴിയണം. അതിന് സ്നേഹത്തോടെയുള്ള ഉപദേശം, സ്നേഹത്തോടെ അവരെ എന്ത് ചെയ്യുക? വളർത്തുക. കുട്ടിക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുവാൻ മാതാപിതാക്കൾ എന്ത് ചെയ്യുക? പരമാവധി ശ്രമിക്കുക. നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ ശ്രമിക്കുക. ഇപ്പം എല്ലാവർക്കും ഒരുപാട് വിദ്യാഭ്യാസം ഒന്നും ചെയ്യിക്കാൻ ചിലപ്പോൾ കഴിഞ്ഞൊന്നും വരില്ല. എങ്കിലും മാതാപിതാക്കൾ കഴിയുന്നത് പോലെ എന്ത് ചെയ്യുക? വിദ്യാഭ്യാസം ചെയ്യിക്കാൻ ശ്രമിക്കുക. നല്ല ഉപദേശങ്ങൾ കൊടുക്കുക. കുട്ടികൾക്ക് നല്ല ഉപദേശങ്ങൾ കൊടുക്കുക. കുട്ടിക്ക് മാതാപിതാക്കൾ കുട്ടിയോട് സ്നേഹത്തോടെ പെരുമാറുമ്പോൾ തന്നെ കുട്ടിയുടെ മനസ്സിൽ സ്നേഹം എന്ത് ചെയ്യും? സ്നേഹം കുട്ടിയുടെ മനസ്സിൽ നിന്ന് ആഴ്ന്നിറങ്ങും. സ്നേഹത്തിൻ്റെ വേരുകൾ കുട്ടിയുടെ മനസ്സിൽ ഉണ്ടാവുമെന്നാണ് കേട്ടോ. മാതാപിതാക്കൾ നല്ല രീതിയിൽ തല്ലുന്നവരാണെങ്കിൽ കുട്ടിയുടെ മനസ്സിൽ മാതാപിതാക്കളോട് ഭയം ജനിക്കുകയും മാതാപിതാക്കളോട് വെറുപ്പുണ്ടാവുകയും ചെയ്യും കേട്ടോ. മാതാപിതാക്കളോട് വെറുപ്പുണ്ടാവും. അത് ചിലപ്പോൾ കുട്ടിക്ക് ഒരുപാട് മാനസിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാൻ ഇടയുണ്ട്. അതുകൊണ്ട് അത് പാടില്ല കേട്ടോ. അതുകൊണ്ട് മാതാപിതാക്കൾ കുട്ടികളെ തല്ലുന്നതിനോട് എനിക്ക് യാതൊരു യോജിപ്പുമില്ല. പക്ഷേ അവർ നല്ല സ്നേഹത്തോടെ വളർത്തുക. നല്ല ഉപദേശങ്ങൾ, നന്മയുള്ള ഉപദേശങ്ങൾ നൽകേണ്ട സമയത്ത് തന്നെ നൽകുക. മാതാപിതാക്കളുടെ സ്നേഹപരമായ പരിചരണം കൊണ്ട് കുട്ടികളെ എന്ത് ചെയ്യാൻ കഴിയും? നേർവഴിക്ക് നടത്തുവാൻ കഴിയും. 100% ഉറപ്പാണ് കേട്ടോ. മാതാപിതാക്കളുടെ സ്നേഹപരമായ പരിചരണം കൊണ്ട് ഒരു കുട്ടിയെ എന്ത് ചെയ്യാൻ കഴിയും? നേർവഴിക്ക് നടത്താൻ കഴിയും.
അതുപോലെ തന്നെയാണ് ഇത് മാതാപിതാക്കൾ കഴിഞ്ഞാൽ ഒരു കുട്ടിയെ നേർവഴിക്ക് നടത്തുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നവരാണ് അധ്യാപകരാണ്. ഒരു അധ്യാപകർക്ക് വേണ്ട അടിസ്ഥാന ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? ക്ഷമയാണ്. ക്ഷമ. അതുപോലെ അധ്യാപകരും കുട്ടികളെ തല്ലുന്നതിനോട് എനിക്ക് യാതൊരു യോജിപ്പുമില്ല. കാരണം ഭീകരമായിട്ട് തല്ലുന്നവരാണ് അധ്യാപകരെങ്കിൽ കുട്ടി എന്ത് ചെയ്യും? സ്കൂളിൽ പോകുന്ന എന്ത് ചെയ്യും? ആ വിമുഖത പ്രകടിപ്പിക്കും. സ്കൂളിൽ പോകാൻ കുട്ടി മടി കാണിക്കും. സ്കൂളിലേക്ക് എന്ന് കരുതി രക്ഷകർത്താക്കൾ പറഞ്ഞയച്ചാൽ എന്ത് ചെയ്യും? നല്ലതുപോലെ അടിക്കുന്ന ടീച്ചേഴ്സോ അല്ലെ സാറുമാരോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുട്ടി ക്ലാസ്സിൽ പോകാൻ മടി കാണിക്കും. കുട്ടി സ്കൂളിൽ പോകത്തില്ല. സ്കൂളിൽ പോകാതിരുന്നാൽ എന്ത് ചെയ്യും? ജീവിതം എന്ത് ചെയ്യും? സ്കൂളിൽ പോകാതെ എന്ത് ചെയ്യും? സ്കൂളിൽ പോകത്തില്ല. അങ്ങനെയൊക്കെയുള്ള കുഴപ്പങ്ങളുണ്ട്. അങ്ങനെ അധ്യാപകരോടും കുട്ടിക്ക് എന്തുണ്ടാകും? അധ്യാപകരോട് കുട്ടിക്ക് തോന്നുന്നുണ്ടാകുന്നതാണ് ഇതുപോലെ തന്നെ ബഹുമാനമാണ്. ഈ ബഹുമാനം മറിച്ച് ഭീകരമായിട്ട് മർദ്ദിക്കുന്നവരാണ് അധ്യാപകരെങ്കിൽ കുട്ടിക്ക് എന്തുണ്ടാകും? അധ്യാപകരോട് വെറുപ്പുണ്ടാകും. അതുപോലെ തന്നെ അധ്യാപകരോട് വൈരാഗ്യമുക്തി ഉണ്ടാകും കേട്ടോ. അതുപോലെ അധ്യാപകന് വേണ്ട ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ക്ഷമയാണ്. കുട്ടിയെ സ്നേഹത്തോടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക. കുട്ടിയുടെ പോരായ്മകൾ തിരിച്ചറിഞ്ഞ് അവനെ നന്മയിലേക്ക് നയിക്കുവാൻ ആർക്ക് കഴിയണം? ഒരു നല്ല അധ്യാപകൻ കഴിയണം. അവിടെയാണ് ഒരു നല്ല അധ്യാപകൻ വിജയിക്കുന്നത് കേട്ടോ. അല്ല അധ്യാപകനോ അല്ലെങ്കിൽ മാതാപിതാക്കളോ മാരകമായി കുട്ടിയെ തല്ലുന്നതിനോട് എനിക്ക് എന്തില്ല, യാതൊരു യോജിപ്പുമില്ല. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അങ്ങനെയൊക്കെ മാതാപിതാക്കളും അധ്യാപകരും ഒക്കെ കുട്ടിയെ അതുപോലെ തല്ലിക്കഴിഞ്ഞാൽ കുട്ടി നേരെയാകുമോ? കുട്ടി നേർവഴിക്ക് വരുമോ? ഇല്ല. കുട്ടിയോട് വളരെ സ്നേഹത്തോടെ ഇടപെട്ട് കഴിഞ്ഞാൽ കുട്ടിയെ സ്നേഹത്തോടെ ഇടപെടുക. അവർക്ക് സ്നേഹപരമായ നല്ല ഉപദേശങ്ങൾ നൽകുക. നന്മയുടെ കാര്യങ്ങൾ കുട്ടിയെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക. ഇതിലൊക്കെ പ്രധാന പങ്ക് വഹിക്കുന്നവരാണ് ആ മാതാപിതാക്കളും പിന്നെ ആരാണ്? പിന്നെ അധ്യാപകരുമാണ്. ഒരു കുട്ടിയുടെ പ്രാഥമിക വിദ്യാലയം തന്നെ ഏതാണ്? സ്വന്തം ഭവനമാണ്. ഭവനത്തിൽ നിന്നാണ് കുട്ടി എന്ത് പഠിക്കേണ്ടത്? നന്മയെക്കുറിച്ച് പഠിക്കേണ്ടത്, നല്ലതിനെക്കുറിച്ച് പഠിക്കേണ്ടത് കേട്ടോ. അപ്പം നല്ലത് ചെയ്യാനും പ്രവർത്തിക്കാനും ഒക്കെ കഴിയട്ടെ. അപ്പം നല്ലൊരു സമൂഹ നന്മയ്ക്ക് ഉതകുന്ന ഒരു നല്ല തലമുറയെ വാർത്തെടുക്കാൻ ആർക്ക് കഴിയൂ? മാതാപിതാക്കൾക്കും അതുപോലെ തന്നെ നല്ല അധ്യാപകർക്കും മാത്രമേ കഴിയുകയുള്ളൂ കേട്ടോ. പക്ഷേ മാതാപിതാക്കളായാലും അധ്യാപകരായാലും കുട്ടികളെ മാരകമായി തല്ലുന്നതിനോടൊന്നില്ല ഞാൻ യോജിക്കുന്നില്ല.